റെഡ് FM 93.5 ഇന്റർനാഷണൽ അക്വാഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി ടിവിയുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സിംഗുവിനെ കാണാനായിട്ട് കുറേ കൊച്ചു കൂട്ടുകാർ ഇപ്പോൾ എന്നോടൊപ്പം എത്തിയിട്ടുണ്ട്. ആകപ്പാടെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, സിംഗുവിനെ ടി വിയിൽ കാണുന്ന സിംഗുവിനെ നേരിട്ട് കാണുന്നു അല്ലേ, ആ ചിരിയൊക്കെ ഈ ഫേസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് ഒരു ഗെയിമിലോട്ട് പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം, 1, 2 അങ്ങനെ എണ്ണാൻ പോവാണ്. ഞാൻ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ ഈ കൊച്ചുമിടിക്ക് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, 1. ചേട്ടൻ 1 എന്ന് പറഞ്ഞാൽ മോള് 2 പറയോ? ഞാൻ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലും, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 2ലും മലയാളത്തിലുണ്ട്. ഓക്കെ, 1 2 3 4 4 5 6 7 8 ഔട്ടായില്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ആളിലോട്ട് പോവാണ്. റെഡിയാണോ? 2 5 4 6 7 9 പെട്ടെന്നായിക്കോട്ടെ 10. അങ്ങനെയാണെങ്കിൽ 12. 12 ഉറപ്പിച്ചോ? കളി ജയിക്കോ? നമുക്ക് നോക്കാം വേറെ ആരെങ്കിലും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് എണ്ണുവന്ന്. മോളെ റെഡിയാണോ? 2 പെട്ടെന്ന് 3 2. ഓക്കെ, എന്നാലും കൊച്ചു മിടിക്കായതുകൊണ്ടാണ് ചെറുതായിട്ട് തെറ്റിപ്പോയി. കൊച്ചി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗുവിൽ നിന്ന് സമ്മാനം വാങ്ങാനായിട്ട് നമ്മുടെ ഗായത്രി റെഡിയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് ഗായത്രിയാണ്. അപ്പോൾ ഗായത്രി സിംഗുവിൽ നിന്ന് സമ്മാനം വാങ്ങുന്നുണ്ട്. സന്തോഷമായോ? താങ്ക് യു, ടാറ്റാ. റെഡ് FM കൊച്ചി ടി വി ഇന്റർനാഷണൽ അക്വാഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ 2016 ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള നല്ല മണം വരുന്നൊരു സ്റ്റാളിനുള്ളിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അച്ചാറുണ്ട്. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ എരിവുള്ള അച്ചാർ കഴിക്കില്ല. പക്ഷേ ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത, ഇവിടെ മധുരമുള്ള അച്ചാറും കിട്ടും. പക്ഷേ ഹിന്ദിക്കാരൻ ചേട്ടന്മാരാണ്, നോക്കട്ടെ വശത്താക്കാൻ പറ്റുമെന്ന്. ഭയ്യ कौन से अचार है यहाँ पे मैडम 25 वैरायटी अचार है. 25 वैरायटी अचार है. इसमें मीठा अचार कौन सा है? ये मैडम डेट्स पिकल्स आएगा. ये डेट्स मैंगो, डेट्स पिकल्स ആണ്. സൂപ്പർ മധുരമാണ്. ഓക്കെ, उसके बाद जिंजर मैंगो पाइनएप्पल. ആഹാ, വേറെ ഉണ്ടല്ലോ സംഭവം. ജിഞ്ചർ പൈനാപ്പിൾ അച്ചാർ. ഇത് ശരിക്കും പറഞ്ഞാൽ അച്ചാർ എന്ന് പറയാൻ പറ്റും, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ 25 വെറൈറ്റീസ് ഓഫ് അച്ചാർ ഇവിടെ ഉണ്ട്. ഭയ്യ ബോലോ, ये कौन सा चीज है? ഈ സൈഡിൽ ഒരുപാട് സാധനം ഉണ്ട്. मिठाई है, जीरा मिठाई, कोड़ी मिठाई, अंजी मिठाई, नलिका मिठाई, पूड़ी मिठाई. ये सब माउथ फ्रेशनर है. മൗത്ത് ഫ്രഷ്നർ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിറയെ അച്ചാറാണെങ്കിൽ ഇവിടെ മൗത്ത് ഫ്രഷ്നർ ആണ്. നിങ്ങൾക്കൊരു സാരി ഞാൻ കാണിച്ചു തരാം. പുളി മിഠായി, അത് ഇച്ചിരി പുളിയുണ്ട്, മധുരമുണ്ട്, അങ്ങനെയുള്ള മിഠായിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കാണുന്ന മൊത്തം സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ മൗത്ത് ഫ്രഷ്നേഴ്സ് ആണ്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒരുപാട് സാധനമുണ്ട്. ये क्या है? कलरफुल നല്ല നിറമുള്ള സാധനങ്ങൾ. ये कौन सा चीज है? फ्रेशनर है, खाना खाने के बाद में यूज करने का मैडम, आफ्टर मील्स आइटम्स. ओके तो उसका नाम डिफरेंट प्राइस है, डिफरेंट टेस्ट भी है मैडम. ओनली माउथ फ्रेशनर, चॉकलेट फ्लेवर, कोकोनट फ्लेवर्स, ओनली माउथ फ्रेश. खाना खाते हैं उसके बाद में यूज करते हैं मैडम. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റിയ മൗത്ത് ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. നോക്കിയോ എന്ത് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന്. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ്. ആപ്കെ പെർമിഷൻസ്. ഓക്കെ, സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് നമ്മുടെ സ്റ്റോൾസിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നാലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. സോ കൊച്ചി ടിവിയിലൂടെ ഈ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇവിടെ എത്തണം, ഈ സ്റ്റോൾ കാണണം, ഇവിടെ ഒന്നെല്ലാം മേടിക്കണം കേട്ടോ. കൊച്ചി ടിവി റെഡ് FM 93.5 ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ ആൻഡ് അക്വാഷോ നമ്മുടെ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കൊച്ചി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗു ഉണ്ട്. സിംഗുവിനെ കാണാനായിട്ട് ഒരുപാട് പ്രിയപ്പെട്ട കൊച്ചി ടിവിയുടെ പ്രേക്ഷകർ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ അറിയാം, ഇവരുടെ ആ കണ്ണുകളിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. സന്തോഷമല്ലേ? അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് പോകാൻ പോവാണ്. ഇവർ 3 പേരുമാണ് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ 10 വരെ എണ്ണുന്ന സമയം കൊണ്ട് ഇവർ എത്ര മലയാള സിനിമാ നടന്മാരുടെ പേര് പറയും എന്നുള്ള ഗെയിമാണ്. തുടങ്ങാം. റെഡി? ഓക്കെ, തുടങ്ങുകയാണ്. മോള് സിനിമാ നടന്മാരുടെ പേരുകൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, ചേട്ടൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. കം ഓൺ. പൃഥ്വിരാജ്, ദിലീപ്, മമ്മൂട്ടി, മോഹൻലാൽ. 10 എണ്ണിക്കഴിഞ്ഞപ്പോ 4 മലയാള സിനിമാ നടന്മാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത ആളിലോട്ട് പോവാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, കല. ഓക്കെ, അപ്പോ 10 വരെ എണ്ണിക്കഴിഞ്ഞപ്പോ ഈ മിടുക്കി 5 മലയാളത്തിലെ സിനിമാ നടന്മാരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. 2 പേര് ഇവിടെയുണ്ട്. ഈ 2 പേര് ചെറുതായിട്ട് തെറ്റിപ്പോയി. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് വിന്നർ ഈ മിടുക്കിയാണ്. മോളുടെ പേരെന്തായിരുന്നു?
വർഷിനി. ഓക്കെ, വർഷിണിക്കാണ് നമ്മുടെ കൊച്ചി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗു സമ്മാനം കൊടുക്കാൻ പോവാണ്. സിംഗുവിന് സമ്മാനം വാങ്ങിച്ചോളൂ. അപ്പോൾ എല്ലാവരും കൊച്ചി ടിവി കാണുക. ഓക്കെ. നമ്മുടെ ചുണക്കുട്ടികൾ ഇവിടെ റെഡിയാണ്. അപ്പോ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. അവിടെ നിന്ന് തുടങ്ങാം. ദേവദത്ത്, കാസിം, അനന്തു, അഭിനവ്, ഗോപാൽ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് പോവാണ്. ഗെയിം വളരെ സിമ്പിൾ ഗെയിമാണ്. ഞങ്ങൾ കുറച്ച് മിഠായി, ജീരക മിഠായി കയ്യിലോട്ട് തരുവേ. ആ ജീരക മിഠായി തരുന്ന സമയത്ത് നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ഒരു കയ്യിൽ മിഠായി തരും, മറ്റേ കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഗസ് ചെയ്ത് പറയുക എത്രയാണ് കയ്യിലുള്ള മിഠായി എന്ന്. ഒരു കാരണവശാലും കയ്യിലേക്ക് നോക്കാൻ പാടില്ല. നോക്കി കഴിഞ്ഞാൽ അപ്പ ഔട്ടാവും, സിംഗു പിടിച്ച് വീഴും. ഓക്കെ, കണ്ണടച്ച് നിൽക്കുക. അപ്പൊ റെഡിയാണോ? ഓക്കെ, അപ്പൊ മിഠായി കൊടുക്കാലോ. മിഠായി കിട്ടിയ കൈ മുറുക്കി പിടിച്ചോട്ടോ. മിഠായി ഇതാണ്, മിഠായി ഇതാണ്, ഇത്രയും മിഠായിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കണ്ണടച്ചോളൂ. ഓക്കെ, മിഠായിൽ പിടിച്ചോട്ടോ. ഓക്കെ, കൈ വെച്ചോ. എത്ര മിഠായിയാണെന്ന് ഏകദേശം ഒരു ഉദ്ദേശം പറയുന്നവർക്കും സിംഗു സമ്മാനം തരും. അപ്പോ കുഞ്ഞുങ്ങൾ എണ്ണി തുടങ്ങാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. റെഡി, 1 2 3 സ്റ്റാർട്ട്. എണ്ണി നോക്കുക, എണ്ണി നോക്കുക. പെട്ടെന്ന് പെട്ടെന്ന്. മോനെ എത്രയുണ്ട്? 11 കാണാം. ഇവിടെ എത്രയുണ്ട്? കണ്ണു തുറന്നോ. 9, 14, പറഞ്ഞോ. 10. ഇവിടെ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല. 9, 14. അങ്ങനെയാണെങ്കിൽ 3 പേര് വളരെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 3 പേരെ വെച്ച് നമ്മൾ ഒരാളെ വിന്നറായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവരെ 3 പേര് വെച്ചിട്ട് അടുത്ത ഗെയിമിലോട്ട് പോവാണ്. കാരണം ഇവർ 3 പേരും വളരെ കൃത്യമായിട്ട് 9, 14, 14 പറഞ്ഞേക്കുവാണ്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ സിംഗുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാൻ പോണു. കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുക. 1, 2, 3, 4, 5, 6, 7. ഏടെങ്ങനെ കാണിക്കും? കയ്യിൽ മൈക്കിരിക്കുമല്ലേ? 7, 8, 9, 10. 10. നിർത്തിക്കോ. എത്രയുണ്ട്? 15, 16. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ പെട്ടി തുറന്നു നോക്കാൻ പോവാണ്. 16 എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16 അല്ലേ? നോക്കാം. 2, 4, 10. ഒരുപാടുണ്ട്. 16 ഇരട്ടിയോടെ ഇരട്ടിയാണ്. ഇവിടെയോ 19, 20 എണ്ണം ഉണ്ട്. അവിടെ എത്രയാണ്? 23, 24, 25 എണ്ണം ഉണ്ട്. ഇവിടെയാണ് കുറവ്. ഇവിടെ 20 എണ്ണമേ ഉള്ളൂ. അതായത് ഏകദേശം ഒരു ധാരണ കണ്ടെത്തിയ നമ്മുടെ കൊച്ചു കൂട്ടുകാരനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കൊച്ചി ടിവി ആൻഡ് റെഡ് FM 93.5 ഇന്റർനാഷണൽ അക്വാഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ സിംഗുവിനെ കാണാൻ എത്തിയിരിക്കുന്ന കൊച്ചു മിടുക്കരാണ് ഇവർ. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിം കൊടുത്തായിരുന്നു. അതിൽ വിന്നർ ഇവിടെ ഉണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ഇതിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയിട്ട് കുടിക്കണം. വെള്ളം ഒരുപാട് കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ടാറ്റാ ടാറ്റാ. റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോയിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വരവേൽക്കുന്ന കാഴ്ച ഇതാണ്. എത്ര മനോഹരമായിട്ടാണ് അണ്ടർ വാട്ടർ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. തെർമോക്കോളിലെ ഇത്രയധികം രസക്കാഴ്ചകൾ നമുക്ക് ഒരുക്കാൻ പറ്റുമോ എന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമാണ്. ഇവിടെ ഓരോരുത്തരായിട്ടും നമ്മുടെ അക്വേറിയംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള, നമ്മൾ പുറത്ത് ഒരിടത്തും കാണാൻ കിട്ടാത്ത നല്ല മനോഹരമായ മത്സ്യങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് തന്നെ ചോദിക്കാം അല്ലേ, എത്രത്തോളം അവർ എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, ഹായ്, പേരെന്താണ്? അരുൺ. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം കണ്ടില്ല, ഒരുപാട് കാണാറുണ്ട്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണ്? റെഡ് ഐ ആൽബിനോ. ഏതാണ്? റെഡ് ഐ ആൽബിനോ ഡിസ്കസ്. വലിയ പേരാണ്. നീ എങ്ങനെ പഠിച്ചേ? പഠിച്ചു. അയ്യോടാ, അതിന്റെ കളറാണോ ഇഷ്ടപ്പെട്ടത് അതോ അതിന്റെ മൂവ്മെന്റ് ആണോ? അതിന്റെ മൂവ്മെന്റ്. ഓക്കെ, ഞാനൊരു മത്സ്യത്തെ കാണിച്ചു തരാം, ഒരു ഫിഷിനെ കാണിച്ചു തരാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെയധികം സെൻസ് ഉള്ള ആളാണ്. മനുഷ്യന്മാരെ പ്രതികരിക്കുകയില്ലയോ, മീനുകൾ പ്രതികരിക്കും. അപ്പൊ കുട്ടിക്ക് ഞാനത് കാണിച്ചു കൊടുക്കട്ടെ? ഓക്കെ, ഇതിന് എത്രത്തോളം സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഓക്കെ, തൊട്ട് നോക്കിയേ, കണ്ടോ? ഇതാ പറഞ്ഞത്, ഇതിന് വലിയ സെൻസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ എവിടെ തൊട്ടാലും കണ്ടോ, ഇങ്ങോട്ട് വന്നാൽ അവിടേക്ക് വരും. ഫ്ലവർ ഹോൺ എന്നാണ് ഈ ഫിഷിന്റെ പേര്. ഇത് റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോയിൽ വന്നാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ഉമ്മ കൊടുത്തേ, ഒന്നുകൂടെ കൊടുത്തേ.
ആ ഫിഷ് കിസ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എവിടെ തൊട്ടാലും അത് അങ്ങടേക്ക് വരും. ഇതാണ് ഫ്ലവർ ഹോണിന്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, ഇവിടെയുള്ള ഓരോ ഫിഷിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ കളർ ആയിരിക്കാം, ചിലപ്പോൾ അത് പ്രതികരിക്കുന്ന രീതിയായിരിക്കാം. ഒരുപാട് കാഴ്ചകൾ ഇനിയുമുണ്ട്. ഒപ്പം ഇതുപോലെ അതെല്ലാം എൻജോയ് ചെയ്യുന്ന കൊച്ചു കൂട്ടുകാരും ഇവിടെ ഒരുപാട് പേരാണ്. റെഡ് FM കൊച്ചി TV ഇന്റർനാഷണൽ ആക്വ ഷോ, അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ. അവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഴയ കാലത്തിന് നൊസ്റ്റാൾജിയ നമുക്ക് ഉണർത്തുന്ന കപ്പലണ്ടി മിഠായി ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണുന്ന സ്ഥലത്താണ്. നമ്മുടെ അബ്ദുൾ ചേട്ടനാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എത്ര വർഷമായി ഈ ഒരു കപ്പലണ്ടി മിഠായി തുടങ്ങിയിട്ട് ഉണ്ടാക്കാൻ? 95 മുതൽ തുടങ്ങിയ എക്സിബിഷൻ പീരീഡിൽ ഇങ്ങനെ പരത്തി 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 അതിങ്ങനെ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കും അല്ലേ? ട്രേ അങ്ങ് ഫുള്ളാക്കിയതിന് ശേഷം ചൂടാറുന്ന മുമ്പേ നമ്മൾ അത് ഉടനെ സ്കെയിൽ വെച്ച് വീണ്ടും കട്ട് ചെയ്യുക. സ്കെയിൽ വെച്ച് കട്ട് ചെയ്യണേ? സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പൊടിച്ചെടുത്ത് കഴിക്കാം. അതെ, അതിന്റെ ഒരു കറക്റ്റിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പാക്കറ്റ് ആക്കി കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരത്തി കഴിഞ്ഞ് കട്ട് ചെയ്ത് ഈ പാക്കറ്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും. നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത് നമ്മുടെ പണ്ടത്തെ കാലത്ത് മാത്രം കാണുന്ന നാരങ്ങ മിഠായി, അത് മാത്രമല്ല ഗ്യാസ് മിഠായി, ഇനിയുണ്ട് നമുക്ക് തേൻ മിഠായി. അത് ഭയങ്കര രസമുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു മിഠായിയാണ്. പിന്നെ ഇഞ്ചി മിഠായി ഉണ്ട്. ഈ സ്റ്റാളിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഇടിച്ച് നിൽക്കുകയാണ് അച്ഛനമ്മമാരുടെ അടുത്ത്. ഇത് മേടിച്ചാൽ അത് മേടിച്ചാന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് ഇതിപ്പോഴത്തെ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നേ വെച്ച് തരുമായിരുന്നു. അപ്പൊ അവരൊന്നുമില്ല. അപ്പൊ ഏത് കണ്ടിട്ടാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വലിഞ്ഞത്, സൈഡ് വലിവ് ഉണ്ടായത്? കപ്പലണ്ടി തേൻ മിഠായി കപ്പലി മിഠായി കണ്ടപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് വന്ന ഡ്രൈവർ പുള്ളിക്കാരുടെ പേരെന്താ? ഡ്രൈവർ എന്റെ പേര് അശ്വതി. അശ്വതി. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പേടയുണ്ട്, പാലിന്റെ പേടയുണ്ട്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുക്കി കഴിക്കുന്ന സ്റ്റിക്ക് ഉണ്ട്. ഇനി അതൊന്നും അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ പണ്ടത്തെ നമുക്ക് എല്ലാവരും ചോക്ക് മിഠായി എന്ന് പറഞ്ഞ മിഠായി എല്ലാവർക്കും അറിയാം. വായിലിട്ട വേഗം അലിന്ന് പോകുന്ന ടൈപ്പ് ഓഫ് മിഠായിയാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ജെല്ലി ഇവിടെ നിന്ന് ഞാൻ എന്തായാലും പോണ വഴിക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് വായിൽ കപ്പൽ ഒഴിക്കാനുള്ള വെള്ളമുണ്ട്. സോ എന്തായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ആക്വ ഷോ ഫുഡ് ഫെസ്റ്റിവലിലേക്കുണ്ട്. ഒരുപാട് ആൾക്കാരും ജനങ്ങളും തള്ളി കയറുന്നുണ്ട്. എൻ്റെ അമ്മമാർ വരെ വരുന്നുണ്ട്. വയസ്സായ അമ്മ പോലും കണ്ടോ. അമ്മ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാലും ഇനി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാര്യങ്ങളുമായി കൊച്ചി ടി വി നമ്മളുണ്ടാവും. സോ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവുമല്ലോ. കൊച്ചി TV റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്ത് വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സിംഗുവിന്റെ ഫാൻസ് ആണത് ഇത്രയും പേര്. ഓരോ സമയം കഴിയുന്തോറും സിംഗുവിന്റെ ഫാൻസിന്റെ എണ്ണം ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സിംഗുവിനെ കാണാനായിട്ട്, സിംഗുവിനെ ഒന്ന് തൊടാനായിട്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി TVയിൽ മാത്രം കണ്ടിരുന്ന സിംഗു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പിയാണോ എല്ലാവരും? ആണോ? ഉറക്കെ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാലോ? ഓക്കെ, അപ്പൊ മോന്റെ പേര് പറഞ്ഞേ. പൃഥ്വിരാജോ? ആ ഓക്കെ. മോളുടെ പേരെന്താ? ഡാനിയല കുര്യൻ. ആ ചെറിയ പേരാണല്ലോ. ഋത്തിക, ലിയോ, വൈഗ രാജ്മോഹൻ, ആദിത്യ വിജയ്. ഇതില് ആരാ പാട്ട് പാടാൻ പോകുന്നത്? നമ്മുടെ സിംഗുവിന് വേണ്ടി പാട്ട് പാടാൻ പോകുന്ന ആരാ ഇതില്? ആരാണ്? മോളാണോ? ഇങ്ങോട്ട് വന്നേ. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു, കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ട നിന്തി വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടായിട്ടു. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവനെന്തി വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടായിട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊച്ചി TV കാണാറുണ്ടല്ലോ. ഓക്കെ, സിംഗുവിനെ ഇഷ്ടമല്ലേ? അതെ. വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ സിംഗുവിന്റെ കൂടെ നിന്ന് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ പോയിട്ട് വെക്കേഷനൊക്കെ അല്ലേ, കൊച്ചി TV കാണുക കേട്ടോ. ഇടയ്ക്ക് ആഹാരം കഴിക്കണേ. കഴിക്കോ? ഹായ്. ഓക്കെ. ഈ ഫിഷിന്റെ പേരെന്താ? പിങ്ക് സീബ്ര. നീ എന്തെങ്കിലും പേര് കാണുന്നുണ്ടോ? ഇതെന്താ? ഈ ഫിഷ് എന്താ? ഒന്നും മിണ്ടുന്നില്ല, ആകെ ജഗ പുകയായിട്ടിരിക്കുവാണ്. അപ്പൊ മോനെ, ഈ ഫിഷിന് നീ കാണുന്ന പ്രത്യേകത എന്താണ്? ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അതേപോലത്തെ ചെറുതാണ്, പിന്നെ നല്ല ഡിസൈൻസ് ഉണ്ട്.
ഇതിന്റെ ബോഡി ഫുൾ ഡിസൈൻസ് ആണല്ലേ? എന്തെല്ലാം ഡിസൈൻ നീ കാണുന്നുണ്ട്? പക്ഷെ ഞാൻ കാണുന്ന പ്രത്യേകത ഞാൻ കാണിച്ചു തരട്ടെ. കണ്ടോ, ഇത് നമ്മൾ എവിടെ ടച്ച് ചെയ്യോ അതിനനുസരിച്ച് മൂവ് ചെയ്യും. 6 മൂവ് ആണ്. പിങ്ക് സീബ്ര എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്ന പേര് മ്യൂസിക് ഫിഷ് എന്നാണ്. ഒരു മ്യൂസിക് ആണല്ലേ, നമ്മുടെ ജീവിതം തന്നെ ഒരു താളമാണ്. ഇതും ആ താളം എത്ര മനോഹരമായിട്ടാണ് എൻജോയ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എവിടെ തൊട്ടാലും അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതുപോലെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഓരോ അക്വേറിയത്തിലും നമ്മൾ കാണുന്നതല്ല, മറ്റുള്ളവർ കാണുന്ന പ്രത്യേകതയും മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. നിനക്ക് ഇവിടെ ഇത്രയും കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ടൈഗർ ഷാർക്ക്. അയ്യോ, പേര് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന പേര് വേറെ ആയിരിക്കും, അതാണ് പ്രശ്നം. ടൈഗർ ഷാർക്കാണ് ഒരു വലിയ മീൻ, ബ്ലാക്ക് കളർ. ഒരു വലിയ മീനാണ് ടൈഗർ ഫിഷ്. അതാണ് ഈ കുഞ്ഞുമോൻ നമ്മളോട് പറഞ്ഞു തരുന്ന പ്രത്യേകത. എന്തായാലും ഓരോ മത്സ്യങ്ങളും നമുക്ക് ശരിക്കും ആസ്വദിക്കാം. എന്താണ് നമ്മൾ കാണുന്ന പ്രത്യേകതകളെന്ന് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം, നമുക്ക് കാണാം. ഓക്കെ. കൊച്ചി TV ഇന്റർനാഷണൽ ആക്വ ഷോ അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവലിൽ അമ്മമാർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് പുൽപ്പായകളും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെഡും. അതിനെക്കുറിച്ച് നമ്മളോടൊപ്പം ചേട്ടൻ പറയും. ஸோ என்னது இதை பற்றி சொல்லுங்க. இந்த பெட்டு வந்து ஆக்சுவலாக வந்து ஸ்பெஷலாக ஹெல்த்துக்காக பண்ணியிருக்கோம். கீழே வந்து புல்பாயி, மேலே பெட்டு. ஸோ இந்த பெட்டு வந்துட்டு ஃபோம், மெமரி ஃபோம் உண்டு. ஸோ இதில் வந்து உங்களுக்கு கூலிங்காக சம்மரில் கூட கொஞ்சம் கூலாக தான் இருக்கும். ஸோ இதில் வந்து டிஃப்ரெண்ட் டைப்ஸ் ஆஃப் மாடல்ஸ் இருக்குது. ஸோ ஃபர்ஸ்ட் மாடல் வந்து டபுள் ஃபோல்ட். ஸோ டபுள் ஃபோல்ட் வந்து இப்படி ஃபோல்ட் பண்ணி இப்படி பேக் மாதிரி வந்துடும். ஸோ இட் லுக்ஸ் வெரி ஸ்டைலிஷ். ஸோ இது ஒரு மாடல். ஸோ அதுக்கப்புறம் இது ஒன் மோர் மாடல் வந்து சிங்கிள் ஃபோல்ட். ஸோ இது வந்துட்டு உங்களுக்கு ஜஸ்ட் ஒரு ஃபோல்டு தான் இருக்கும். ஸோ இது பார்த்தீங்கன்னா உங்களுக்கு காம்பேக்டாக இருக்கும், கேரி பண்ணிட்டு போகலாம் எங்கே வேணாலும். ட்ராவலிங், ஃபங்க்ஷன், பிக்னிக் அங்கெல்லாம் போகும்போது ஈஸியாக கேரி பண்ணிட்டு போகலாம். ഓക്കെ, ശരിക്കും സമ്മർ സീസണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു സൈഡിൽ പുൽപ്പായാണ്, മറ്റേ സൈഡിൽ ഫോം ബെഡാണ്. അപ്പം ശരിക്കും നല്ല തണുപ്പ് കിട്ടും, നമുക്ക് തറയിൽ വിരിച്ച് കിടക്കാനും പ്രോബ്ലം ഇല്ല. അതുപോലെ ഹെൽത്തിയും ആയിരിക്കും. അപ്പം കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഫാമിലിയിൽ ആർക്കാണെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. പക്ഷേ ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ആക്വ ഷോ അതുപോലെ ഫുഡ് ഫെസ്റ്റിവൽ 2016 റെഡ് FM-ഉം കൊച്ചി TVയും കൂടെയാണ് നിങ്ങൾക്ക് അത് സമർപ്പിക്കുന്നത്. അപ്പം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഷോയിലുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വഴി അറിയാം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ട്യൂൺ ടു കൊച്ചി TV. കൊച്ചി TV റെഡ് FM ഇന്റർനാഷണൽ ആക്വ ഷോ അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ 2016 നമ്മൾ കുറേ അക്വേറിയംസ് കണ്ടു. അതിൻ്റെ കുറേ ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടു, കൺസ്യൂമർ സ്റ്റോൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫുഡ് ഷോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത്. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത, കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ നല്ല നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനമാണ്. നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 36 വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഈ ഒരു സ്റ്റോളിൻ്റെ പ്രത്യേകത അതിൻ്റെ പായസവും കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചോദിച്ച് മനസ്സിലാക്കാൻ ചേട്ടനോട്, എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്? മുളയരി പായസം ഞങ്ങൾക്ക് പ്രത്യേകമായി കിട്ടുന്ന ഒരു സാധനമാണ്. അറിയാമല്ലോ, വയനാടൻ കാടുകളിൽ നിന്നും ആദിവാസികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല വനവിഭവമാണ്. ഓക്കെ, നല്ലൊരു വനവിഭവമാണ്. അതായത് മുളയരി പായസമാണ് ശരിക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് മുളയരി പായസത്തിൻ്റെ ഒരു ഹെൽത്ത് ഫാക്ടർ എന്ന് പറയുന്നത്? ഹെൽത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ ശരീരം ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയും. പൂർണ്ണമായിട്ട് മാറൂല, എന്നാലും അവർക്കൊരു ഹെൽത്തി കൊടുക്കാൻ കഴിയും. അപ്പൊ ചേട്ടൻ വയനാട് നിന്നാണ് ശരിക്കും മുളയരി ഇവിടെ കൊണ്ടുവന്നേക്കണം? വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേക വെറൈറ്റി തന്നെയാണ്. ഈ ഒരു കൗണ്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുളയരി പായസമാണ്. ഒരു കപ്പ് പായസം. അച്ചാറുണ്ട് കേട്ടോ മാഡം, ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അച്ചാർ. അപ്പൊ മാത്രമല്ല അച്ചാറും ഉണ്ട്. അപ്പൊ മുളയരി പായസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 36 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന മുളയിൽ നിന്നുണ്ടാകുന്ന അരി അതുകൊണ്ട് ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പൊ ഒരു ഗ്ലാസ് പായസത്തിന് എത്ര രൂപയാണ്? ഓക്കെ, 30 രൂപ. പ്രത്യേകത മുള എന്താണെന്ന് പോലും അറിയാത്ത ഒത്തിരി ആൾക്കാരെ ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ഉണ്ടാവുന്ന അരി, എന്താണ് മുള, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരെ ഇവിടെ വന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ വയനാട്ടിലേക്ക് വാ,
ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പൂത്ത് നിൽക്കുന്നതും അതിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ. ഒത്തിരി പേർക്ക് ഇതൊരു വലിയ അനുഭവമാണ് മുളയരി പായസം. കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സാധനമാണ് എന്താണ് മുളയരി അല്ലെങ്കിൽ മുളയരി പായസം. ഇതാണ് മുളയരി പായസം എന്ന് പറയുന്നത്. ഈ പായസം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് മുളയരി പായസം? നല്ല സൂപ്പർ സാധനം. അപ്പൊ എന്താണ് ഈ പായസത്തിന്റെ കൗണ്ടറിലേക്ക് വന്നപ്പോൾ ആകർഷിച്ചത് എന്താണ്? ആകർഷിച്ചത് ഇത് തന്നെയാണ്. ഈ മുളയരി പായസം കണ്ട പോലെ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോഴും വാങ്ങിച്ച് കഴിച്ചു. അപ്പൊ കഴിച്ചിട്ട് എന്ത് തോന്നുന്നു? നല്ലത് തന്നെയാണ്. നല്ല ഹെൽത്തി, നല്ല സാധനമാണ്. നല്ല ഹെൽത്തി. അപ്പൊ എന്തായാലും നമുക്കും ഒരു ഗ്ലാസ് മുളയരി പായസം കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്കും ഒരു ഗ്ലാസ് തന്നെ. ഈ ചേട്ടൻ പറഞ്ഞു നല്ല സൂപ്പർ പായസമാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്ലാസ് പായസം മേടിച്ച് കഴിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ മുളയരി പായസം. അരി പോലെ കുറെ സാധനങ്ങൾ ശർക്കരയൊക്കെ ഉണ്ടാക്കിയ സാധനമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയുടെ നല്ല മധുരം, പിന്നെ കുറച്ച് അരി ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഹെൽത്തി ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനാണ് അതിനായിട്ട് കഴിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും വിഭവങ്ങൾ ഓരോന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കാം. തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ.